ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജൂൺ 4. ആനന്ദകരമായ ജീവിതം ഉറപ്പാക്കാൻ ജീവാനന്ദം. സാമൂഹ്യനീതി സമഗ്ര വികസനം എന്ന LDFിൻ്റെ പ്രഖ്യാപിത നയത്തിന് അനുസൃതമായി സർക്കാർ ജീവനക്കാരുടെ റിട്ടയർഡ് ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. ജീവനക്കാർ വിരമിച്ചാൽ പെൻഷന് പുറമെ സ്ഥിരവരുമാനം ലഭിക്കാനുള്ള ജീവാനന്ദ പദ്ധതിക്ക് സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് ഒരുങ്ങുന്നെന്ന പ്രഖ്യാപനം ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസകരമാകും. കഴിഞ്ഞ ബജറ്റിൽ സർക്കാർ പ്രഖ്യാപിച്ച അന്യോന്യ പദ്ധതി നടപ്പാക്കാനുള്ള പഠനത്തിനാണ് ഇൻഷുറൻസ് വിദഗ്ധനെ ചുമതലപ്പെടുത്തി ധനവകുപ്പ് ഉത്തരവിറക്കിയത്. പദ്ധതിയിൽ ചേരുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന തുക നിക്ഷേപിക്കാം. വിരമിച്ച ശേഷം നിക്ഷേപിച്ച തുകയ്ക്ക് അനുസരിച്ച് മാസം തോറും നിശ്ചിത തുക ലഭിക്കും. സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്നതിനേക്കാൾ ലാഭകരമായിട്ട് പദ്ധതി നടപ്പാക്കാനാണ് സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് ലക്ഷ്യമിടുന്നത്. ബജറ്റിൽ അന്യോന്യ പദ്ധതി പ്രഖ്യാപിച്ച ശേഷം ഇൻഷുറൻസ് വകുപ്പ് വിവിധ തലത്തിലുള്ള പഠനം നടത്തി ഇത് ഏറ്റെടുക്കാൻ താൽപ്പര്യം അറിയിക്കുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപരേഖ തയ്യാറാക്കാനാണ് വിദഗ്ധനെ നിയമിച്ച് ധനവകുപ്പ് ഉത്തരവ്. ഇൻഷുറൻസ് കമ്പനികളും ബാങ്കുകളും ഇത്തരം പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഇതിലൊക്കെ ചേരുന്നുമുണ്ട്. എന്നാൽ സ്വകാര്യ കമ്പനികളിലെ പോളിസിയേക്കാൾ കൂടിയ സ്ഥിര പലിശ ലഭിക്കുന്ന തരത്തിലാണ് ജീവാനന്ദം വിഭാവനം ചെയ്യുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും വിരമിച്ച ശേഷം സ്ഥിരവരുമാനം ലഭിക്കുന്ന പദ്ധതികളൊന്നും സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പിൻ്റെതായി ഇല്ല. അതിനുള്ള പരിഹാരം കൂടിയാണ് പുതിയ പദ്ധതി. ഇതിൽ ചേരണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇതിന് നിലവിലുള്ള പെൻഷൻ പദ്ധതികളുമായോ മറ്റേതെങ്കിലും ആനുകൂല്യങ്ങളുമായോ ബന്ധമില്ല. ഇൻഷുറൻസ് കമ്പനികൾ പുതിയ പദ്ധതികൾ അവതരിപ്പിക്കുന്നതുപോലെ ഇൻഷുറൻസ് വകുപ്പ് ജീവനക്കാർക്കും അധ്യാപകർക്കുമായി പുതിയ പദ്ധതി പ്രഖ്യാപിക്കുന്നു. ഇതുമൂലം ആരുടെയും പെൻഷൻ മുടങ്ങുന്നില്ല. നിർബന്ധമായും ശമ്പളം പിടിച്ചെടുക്കില്ല. സ്വന്തം ഇഷ്ടപ്രകാരം പദ്ധതിയിൽ ചേരുന്നതിനനുസരിച്ചുള്ള തുക മാത്രമാണ് അടയ്ക്കേണ്ടത്. ചേരുന്ന തുക ഒന്നിച്ചടയ്ക്കേണ്ടിയും വരില്ല. തവണകളായി അടയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. സമൂഹത്തിൽ പ്രയോജനകരമായ പദ്ധതികളൊന്നും നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രഖ്യാപിത നിലപാട്. ഇക്കാര്യത്തിലും അതിൽ മാറ്റമില്ലെന്ന് KPCC പ്രസിഡന്റ് പ്രസ്താവന വ്യക്തമാക്കുന്നു. ലൈഫ് പദ്ധതി ഉൾപ്പെടെ എല്ലാ ക്ഷേമ പദ്ധതികളും തങ്ങൾ അധികാരത്തിലാകിയാൽ നിർത്തലാക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചവരാണ് UDF. വയനാട്ടിലേക്ക് ചുരം കയറാതെ എളുപ്പമെത്താൻ കഴിയുന്ന തുരങ്കപാത നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചത് പ്രതിപക്ഷ നേതാവാണ്. അതിൻ്റെയൊക്കെ തുടർച്ചയാണ് ജീവാനന്ദ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന പ്രഖ്യാപനം. പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിന് ഊർജ്ജം പകരാൻ ഏതാനും മാധ്യമങ്ങളും ഒപ്പമിടുന്നത് കേരളത്തിൻ്റെ അപമാനമാണ്. ചില പ്രതിപക്ഷ നേതാക്കൾ നൽകുന്ന വ്യാജ വിവരങ്ങൾ വലിയ വാർത്തയായി അവതരിപ്പിച്ച് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളെയും അട്ടിമറിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് വലതുപക്ഷ മാധ്യമങ്ങൾ. ജീവനക്കാർക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനാണ് ശ്രമം. ഇതിനായി യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ശരിയാണെന്ന മട്ടിൽ അവതരിപ്പിക്കും. പദ്ധതിയിൽ ചേരാൻ ഒരാളെയും നിർബന്ധിക്കില്ലെന്ന് ധനവകുപ്പ് വ്യക്തമാക്കിയിട്ടും വലതുപക്ഷ മാധ്യമങ്ങൾക്ക് അതൊന്നും ബാധകമല്ല. ഞങ്ങൾ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്ന വാശിയിലാണ് അവർ. ശമ്പളത്തിന് പകുതിയും പിടിച്ചെടുക്കുമെന്നുവരെ അടിച്ചുവിട്ടവരുണ്ട്. പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് രൂപരേഖ തയ്യാറാക്കാൻ ആളെ നിയോഗിക്കുക മാത്രമാണ് നടന്നത്. പദ്ധതിയുടെ വിവിധ വശങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം. അത് ബന്ധപ്പെട്ട വകുപ്പ് ചർച്ച ചെയ്ത് അംഗീകരിക്കണം. പിന്നീട് സർക്കാർ ചർച്ച ചെയ്ത് അംഗീകരിക്കണം. പദ്ധതി സംബന്ധിച്ച് ജീവനക്കാർക്കുള്ള ആശങ്കകൾ ദൂരീകരിക്കാൻ സംഘടനകളുമായി വിശദമായി ചർച്ച ചെയ്യണം. ഇതിനെല്ലാം ശേഷമേ അന്തിമ തീരുമാനം ഉണ്ടാകൂ. പദ്ധതിയുടെ ലക്ഷ്യം മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. എന്നാൽ പദ്ധതിക്ക് അന്തിമ രൂപമായെന്ന രീതിയിലാണ് ഇപ്പോൾ ചർച്ച. ഓരോരുത്തരുടെയും ഭാവനയ്ക്കനുസരിച്ച വാർത്ത നൽകി സർക്കാരിനെ ഇകഴ്ത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. പ്രബുദ്ധരായ കേരളത്തിലെ ജീവനക്കാർ പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെയും കുതന്ത്രത്തിൽ വീഴാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തണം.